ഹലോ! ഇത് നമ്മള് പുതിയൊരു കാര്യമാണ് ട്ടോ പഠിക്കാൻ പോകുന്നത്. ഒരു പുതിയ കാര്യം. എന്താന്ന് വെച്ചാല് നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചപ്പോ എന്തൊക്കെയാ പഠിച്ചിരുന്നേ? 2 ആംഗിൾസ് 2 ലൈൻസ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് 2 ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. 2 വരകൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ 2 കോണുകൾ ഉണ്ടാവും. അതിൽ ഇവിടെയുള്ള കോൺ 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ഒരു ആംഗിളും 90 ഡിഗ്രി ആണെന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഇപ്പൊ ദേ ഇവിടെ 2 വരകൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ 2 ആംഗിൾ ഉണ്ടായി. അവിടെ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിലും ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഇത് 30ഉം ഇവിടെ 90യും ആണെങ്കിൽ ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? 90യിൽ നിന്ന് 30 കുറയ്ക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ 60 ആണ് എന്ന്. അതുപോലെ ഇവിടെ 90 ഡിഗ്രി ആണ് എന്നും നമുക്കറിയാം. അപ്പൊ ഈ 90യും 60ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഈ ഒരു ഭാഗം 150 ഡിഗ്രി ആണ് എന്ന്. എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാതെ പോയ കാര്യം എന്താണെന്നറിയോ? എന്താന്ന് വെച്ചാല് നമുക്ക് ഇവിടെ ഒരു ലൈനിനെയും മറ്റൊരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഈ 2 ആംഗിൾസിന്റെയും സമ്മ് അല്ലെങ്കിൽ തുക എത്രയാ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നോക്ക്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 90 ഡിഗ്രി പ്ലസ് ഇവിടെയും 90 ഡിഗ്രി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 എന്നാ കിട്ടും. സിമിലർലി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ 30 ആണെന്നും ഈ ഒരു ആംഗിൾ 150 ആണെന്നും കിട്ടി. അപ്പൊ നമ്മൾ 150ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ആണെന്ന് കിട്ടി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ഒരു ലൈനിന്റെ മുകളിലുള്ള 2 ആംഗിൾസ് നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടുന്നത്. അതായത് ഇപ്പോ ഇവിടെ ഉള്ള ഈ ഒരു കോൺ 20 ഡിഗ്രി ആണെങ്കിൽ ഈ ഭാഗത്തുള്ള കോണ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്നും 20 കുറച്ചാൽ മതി. അതായത് 160 ഡിഗ്രി എന്ന് കിട്ടും. അല്ലാതെ ഇനി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ ലൈന് വരച്ചിട്ട് അങ്ങനെ നമ്മള് ഇടകേറാവൊന്നും വേണ്ട. അതാണ് നമ്മൾ ഈ പറയുന്നത്. When two lines meet, the sum of the angles on the other side is 180 degree. അതായത് നമ്മുടെ 2 ലൈൻസ് ഉണ്ടല്ലോ, 2 വരകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന കോണുകളുടെ സമ്മ് 180 ഡിഗ്രി ആണ്. ഇപ്പൊ ഈ 2 കോണുകൾ കൂട്ടിമുട്ടുമ്പോഴും ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു മുഴുവൻ കോൺ ഈ ഒരു കോണ് ഈ 2 കോണും കൂടി ചേർന്നിട്ടുള്ള ഈ വലിയ കോൺ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ഞാൻ ഇവിടെയും പറയുന്നത് സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, ഈ ആംഗിളും 90 ഡിഗ്രി ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി എന്നല്ലേ കിട്ടുക. അതായത് 2 ആംഗിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടുകയാണെങ്കിലും ഈ 2 കോണുകളെയും കൂടെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ പെയേഴ്സ് അല്ലെങ്കിൽ രേഖീയ ജോഡി. 2 കോണുകളുടെ സമ്മം 180 ഡിഗ്രി ആണെങ്കിൽ ആ 2 കോണുകളെയും നമ്മൾ പറയുന്ന പേര് രേഖീയ ജോഡി, അതായത് ലീനിയർ പെയേഴ്സ് എന്നാണ്. ഇപ്പൊ നോക്ക്, ഒരു ലൈനിന്റെ മുകളിൽ വേറൊരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏത് 2 കോൺ ആഡ് ചെയ്താലും നമുക്ക് അവിടെ 180 ഡിഗ്രി എന്ന് കിട്ടുക. അപ്പൊ ഈ കോണും 2 കോണിന്റെയും ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ പെയേഴ്സ് അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ എനിക്ക് ചോദിക്കാം കേട്ടോ. താങ്ക് യു.